ശ്രീ രവിശങ്കർ ഒരു കാര്യം ഡയറക്റ്റായിട്ട് ചോദിച്ചോട്ടെ. ഈ സഖാക്കന്മാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ നാണക്കേടൊന്നുമില്ലേ? നിങ്ങളെ മൊത്തം സ്വർണ്ണ കൊള്ളക്കാരായിട്ടും സ്വർണ്ണ കവർച്ചക്കാരായിട്ടും മോഷ്ടാക്കളൊക്കെ ആയിട്ടാണ് പൊതുജനം കാണുന്നത്. സഖാക്കന്മാർ വരുമ്പോ സ്ത്രീകളോട് ഓടി ഒളിക്കാൻ വേണ്ടി പറയാണ് ഭർത്താക്കന്മാർ. കാണുന്നുണ്ടായിരുന്നുവെങ്കിൽ 64 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും മുന്നിലാണ്. ഞങ്ങൾക്ക് 364 പഞ്ചായത്തുകൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 7 ജില്ലാ പഞ്ചായത്ത് ലഭിച്ചിട്ടുണ്ട്. പറഞ്ഞോണ്ടിരുന്നോ? അപ്പൊ നിങ്ങൾ പറയുന്നതിനകത്തൊന്നും വസ്തുതയില്ല. ഇനി എനിക്ക് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി അതേ എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം CPM എന്താണെന്നും CPM-ന്റെ പ്രവർത്തനം എന്താണെന്നും ഒക്കെ. അതുകൊണ്ട് അങ്ങയുടെ ആ ചോദ്യത്തിലൊരു പ്രസക്തിയും ഞാൻ കാണുന്നില്ലെന്നേ പറഞ്ഞോളൂ. അങ്ങേക്ക് കാണാം. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വഴിയിൽ നിൽക്കുക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ തീവെപ്പ് കേസ് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശബരിമലയിൽ 2 പ്രാവശ്യം തീ പിടിച്ചിട്ടുണ്ട്. ഒന്ന് മഹാരാജാവിന്റെ കാലത്താണ്. അന്ന് അവിടുത്തെ വിഗ്രഹവുമായിട്ട് അവിടുത്തെ പോറ്റി ആ കുളത്തിൽ പിറ്റേ ദിവസം കിടക്കുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. രണ്ടാമത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഞാനൊന്ന് പറഞ്ഞു ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സാർ പറയുമ്പോൾ ഞാൻ കേൾക്കാം. ഈ 2 കാര്യങ്ങളും നടന്നത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ്. ഇപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഏത് സർക്കാർ പുറത്തുവിട്ടില്ല എന്നായി പറയേണ്ടത്? ഒന്ന് രാജാവിന്റെ ഭരണകാലത്ത്, നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. കേരളത്തിലെ 1956 ശേഷമല്ല ഈ തീപിടുത്തം ഉണ്ടായത്. 1950-ലും 1924-ലുമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അത് അന്നത്തെ കാലത്തെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എനിക്കിപ്പോ ഞാൻ CPM എന്ന് പറയാൻ പറ്റും. അത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചതാണ്, ടേബിൾ ചെയ്തതാണ്. ഒന്നും വേണ്ട, എളുപ്പത്തിൽ അവിടെ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞാൽ മതി. അല്ല, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അല്ല, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കേശവ മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നു. നിങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവോ? അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ കോപ്പി തരുമോ? അങ്ങനെ തരാതിരുന്നിട്ടുണ്ടോ? പിന്നെ എന്തെല്ലാം അടക്കം വെച്ചിട്ടുണ്ട്? എനിക്കറിയില്ല സർ. എന്തെല്ലാം അടക്കം വെച്ചിട്ടുണ്ട്? അറിയാൻ പറ്റാത്ത വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല സാർ, ഈ ചോദ്യങ്ങൾ മൊത്തം വന്നത് CPM-ന്റെ പ്രതിനിധി തരത്തിൽ എന്നോടാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങൊന്ന് കേൾക്കണം. അതിനുശേഷം അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാം. 6 ദിവസം ചെന്നിത്തലയെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ അസൗകര്യം മൂലമാണ്. അദ്ദേഹം കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഒരു ആരോപണം നടത്തിയതിനു ശേഷം ഞാൻ മൊഴി കൊടുക്കാം, പക്ഷെ എനിക്കിന്ന് സമയമില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ചെന്നിത്തല അദ്ദേഹം ചെന്ന് മൊഴി കൊടുത്തപ്പോൾ തന്നെ ഈ അന്വേഷണത്തിനുമായി ബന്ധപ്പെട്ട് മണി ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനും വ്യവസായി ആരാണെന്ന് കണ്ടുപിടിക്കാനും ഉള്ള പരിപാടി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ തിരക്കി പോയിരിക്കുന്നതും ഹൈദരാബാദിൽ എത്തപ്പെട്ടിരിക്കുന്നതും രമേശ് ചെന്നിത്തലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, വ്യവസായി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോയിരിക്കുന്നത്. ഇനി മണി ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ SITയുടെ ചുമതലയാണ്. അത് SIT കണ്ടുപിടിക്കട്ടെ. അതിനകത്തിൽ മണി പറയുന്നത് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാനൊന്നും നമ്മളാരും തയ്യാറാവുന്നില്ല. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച അഭിപ്രായങ്ങളും ഇല്ല. ഇനി അടുത്തത് വേറെ ഒരു കാര്യം, നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു, പത്തനംതിട്ടയിൽ തന്നെ ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ കള്ളനാ എന്ന് പറഞ്ഞാൽ കള്ളനാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബോഫോഴ്സ് കേസിലെ പ്രതി ആരാണ്? ഇന്ത്യ ഭരിച്ചിരുന്ന രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് കാലത്തെ രാജീവ് ഗാന്ധി കള്ളനാണ്. താജ് ഇടനാഴി കേസിലെ പ്രതി ആരാണ്? സോണിയാഗാന്ധിയുടെ കുടുംബമല്ലേ? നിങ്ങള് നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ആരാണ്? കോൺഗ്രസിന്റെ കുടുംബമല്ലേ? 2G സ്പെക്ട്രത്തിലെ പ്രതി ആരാണ്? കോൺഗ്രസ് അല്ലേ? കള്ളൻ എന്ന് ഞങ്ങൾ വിളിച്ചാൽ ഈ രാജ്യം മുഴുവൻ നിങ്ങൾ ഭരിച്ചിരുന്ന നിങ്ങൾക്ക് ഇന്ന് വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് ഈ രാജ്യത്ത് പോകേണ്ടി വന്നത് നിങ്ങൾ നടത്തിയ ഈ അഴിമതിയുടെ കഥകളല്ലേ? നിങ്ങൾ നടത്തിയ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ഒരു തരി പോലും കുറ്റബോധം ഇല്ലാതാണോ? ഒരു തരി പോലും ശരിയായ കാര്യമല്ല. ഒരാളെ കള്ളൻ എന്ന് വിളിക്കുമ്പോ അദ്ദേഹത്തെ കള്ളനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കോൺഗ്രസിന്റെ പ്രതിനിധിക്കുണ്ട്.
പിണറായി എന്ന മുഖ്യമന്ത്രി കള്ളനാണെങ്കിൽ അത് തെളിയിക്കണം. നിങ്ങൾ അന്തസ്സായിട്ട് തെളിയിക്കണം. അല്ല ഈ കള്ളി, ഈ സോണിയാഗാന്ധി എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്? അവിടെ എങ്ങനെയാണ് അടൂർ പ്രകാശ് ചെന്നത്? അവിടെ എങ്ങനെയാണ് ആന്റണി ചെന്നത്? ഇവരാരും ചെറിയ ആളുകളൊന്നും അല്ലല്ലോ. ഈ ചെന്നിരിക്കുന്ന ആളുകളൊന്നും ചെറുതൊന്നും അല്ലല്ലോ. ആന്റണി MP ആണ്. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഉത്തരം പറഞ്ഞു പോയാൽ മതി. എനിക്ക് ചോദ്യം കേൾക്കണ്ട. ഈ ഇരുന്ന് പറയുമ്പോ ഈ സ്വർണ്ണക്കൊള്ള മുന്നോട്ട് വന്നപ്പോ, സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോ, പൊതുസമൂഹം ചർച്ച ചെയ്തപ്പോൾ SIT രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയെടുത്തു? SIT രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ സംസ്ഥാന സർക്കാർ എടുത്ത നടപടി എന്താണ്? കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ എടുത്തത്? പിന്നെ ഈ സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത്? സർക്കാർ ആരോടൊപ്പമാണ്? എനിക്ക് താങ്കളുടെ ചോദ്യം മറുപടി പറയാൻ ഇപ്പൊ പറ്റില്ല. ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം പറയാം. ഞാൻ പറയട്ടെ. ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് കയറി അവിടെ തർക്കമുണ്ടാക്കി ആ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കള്ളൻ പിണറായി വിജയനെ വിളിച്ചേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയാൾക്ക് നാണമില്ല വിളിക്കാൻ. അയാളുടെ പാർട്ടിയിലെ മുഴുവൻ കള്ളന്മാരും അയാളുടെ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയുടെ കിടക്കിടയ്ക്ക് ഇരുന്ന് കോടിക്കണക്കിന് രൂപ എടുത്തു. അയാൾ കള്ളനല്ലായിരുന്നോ? ഹിമാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഈ രാജ്യം മുഴുവൻ ഭരിച്ചിരുന്ന പാർട്ടിക്ക് ഇന്ന് ദയനീയമായ സ്ഥിതിയായി ലോകസഭയിലുള്ളത്. ഞാൻ പറയട്ടെ സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചോർന്ന് വിളിച്ചു. നിങ്ങൾ സമ്മതിക്കോ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോറാണെന്ന്? ഈ രാജീവ് ഗാന്ധി ഞങ്ങളാരും പറയുന്നില്ല. ഇനി അടുത്തത്, ഇത്രയും കേസുകളിൽ രാജ്യവ്യാപകമായി അഴിമതി കേസുകളിൽ പ്രതിയായി നിൽക്കുന്ന ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഉന്നയിച്ചിട്ടുള്ള ഒരാരോപണവും ഇന്ന് വരെ തെളിയിക്കാൻ കഴിയാതെ വെറുതെ ഇരുന്ന് കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളനാകുമോ? അദ്ദേഹത്തിന്റെ പേരിൽ ഈ രമേശ് ചെന്നിത്തല അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതാണ് എക്സാലോജിക്കിന്റെ കേസ്. തെളിയിച്ചോ? എന്തെങ്കിലും ഉണ്ടായോ? സുപ്രീം കോടതി പറഞ്ഞല്ലോ നമ്മുടെ കുഴൽനാടിനോട് സ്വർണം കടത്തി എന്ന് തെളിയിച്ചോ? നിങ്ങൾ തെളിയിച്ചോ? ഈ രാജ്യത്തെ CBI ഉണ്ട്, ED ഉണ്ട്, പോലീസ് ഉണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്. ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റിയോ പിണറായി വിജയൻ സ്വർണം കടത്തിയെന്ന്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആരോപണങ്ങൾ പറയുക. ഇത് നിങ്ങൾ കർണാടകത്തിൽ അവിടുത്തെ BJP ഗവൺമെന്റിനെതിരെ പ്രയോഗിച്ചൊരു തന്ത്രം കേരളത്തിൽ പ്രയോഗിക്കുക. അവിടുത്തെ ആ ഗവൺമെന്റ് കള്ളന്മാരുടെ ഗവൺമെന്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് ആ ഗവൺമെന്റ് നിങ്ങൾ പരാജയപ്പെടുത്തി. ഇപ്പൊ ഇവിടെ കാണിച്ചത് എന്താണെന്നുള്ളത് ഇന്നലെ ഇടിച്ചു നിർത്തിയതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ വിഷയം അതല്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അടുത്തൊരു കാര്യമുണ്ട്. ഈ ശബരിമലയിൽ VS ശിവകുമാറിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. പാത്രങ്ങൾ കോടിക്കണക്കിന് രൂപ അഴിമതിയാണ് വന്നിറക്കിയത്. ആ കള്ളന്റെ കേസ് നിൽക്കുക. നിങ്ങൾക്ക് അന്വേഷിച്ചുകൂടായിരുന്നോ? കള്ളന്റെ സഹോദരന്റെ പേരിൽ കേസ് നിൽക്കുക. കേസ് അന്വേഷണം നടക്കുക. നിങ്ങളും നിർത്താൻ ഞാൻ തൗഫീഖിന്റെ സമയത്തൊന്നും സംസാരിച്ചില്ല. നിങ്ങളെ കുറിച്ച് കള്ളം പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് കള്ള പാർട്ടിയാണ്. നിങ്ങൾ സംസാരിക്കണ്ട. ഇനി അടുത്തത് ശിവകുമാറിന്റെ പേരിലുള്ള ആ ആരോപണം. നിങ്ങൾക്ക് ശിവകുമാറിന്റെ സഹോദരൻ ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് മോഷ്ടിച്ചിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് അതും അന്വേഷിക്കണ്ടേ? ആ കളനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിച്ചിട്ടില്ല. രവിശങ്കർ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെന്ന ബിരുദനെ ഇവിടെ കൊണ്ടുവന്നത് ആരാ? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊന്നും ഒരു കാര്യമേ ഉള്ളൂ. പത്മകുമാറിന്റെ അല്ലല്ല അങ്ങനെ നമുക്ക് നമ്പ്യാർ സാറേ, ഞാൻ നമ്പ്യാർ സാറിനോടാണ് സംസാരിക്കുന്നത്, തൗഫീഖിനോടല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടെ ഒരു മിനിറ്റ് പ്ലീസ്. സമയമില്ല. അവിടുത്തെ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വന്നത്. രാജീവൻ എന്ന് പറയുന്ന തന്ത്രിയാണ് വാഹനം എടുത്തുകൊണ്ട് പോയത്. അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ പ്രതിയാവുന്ന വളരെയേറെ ആളുകൾ ഉണ്ടാവും, അതിനൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ നിങ്ങൾ ഇന്ത്യ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. നിങ്ങൾ CPIM-എതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുമുള്ള ഒരു ആരോപണമാക്കി ഇതിനെ മാറ്റി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാമെന്നുള്ള നിങ്ങളുടെ തന്ത്രമാണ് നിങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ തന്ത്രമൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. കാരണം ഈ പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന്റെ ആ ആംബുലൻസ് കൊടുക്കുന്നത് ഭീമ ആംബുലൻസ് ആണ് അവിടെ കൊടുത്തത്. ആ ഭീമ ജൂറിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ പോറ്റി അവിടെ വരുന്നത്. അല്ല, പിണറായി വിജയൻ വിളിച്ചിട്ടല്ല. അവിടെ ആ താക്കോലിൽ എഴുതിയിട്ടുണ്ട് ഭീമ എന്ന്.
അതെ ഇതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പിണറായി തന്നെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അയാൾക്ക് യാതൊരു വ്യക്തിപരമായ ബന്ധവുമില്ല എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് പറഞ്ഞത് നേരത്തെ. സ്വപ്ന സുരേഷുമായിട്ട് ഒരു ബന്ധവുമില്ല, സ്വപ്ന സുരേഷ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. അത് മാത്രമല്ല, സ്വപ്ന സുരേഷ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനൊരു മറുപടി, ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാനുള്ള കെൽപ്പ് പിണറായിക്കുണ്ടായിരുന്നില്ല.